ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ കാൽഡേഴ്സ് തിയറി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്ന് മനസ്സിലാക്കാം. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. കാൽഡേഴ്സ് തിയറി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. നമുക്ക് ആദ്യം തിയറി എന്താണെന്ന് മനസ്സിലാക്കാം. കാൽഡേഴ്സ് തിയറി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഈസ് എ പോസ്റ്റ് കെയ്നീഷ്യൻ എക്കണോമിക് തിയറി. ഇതൊരു പോസ്റ്റ് കെയ്നീഷ്യൻ എക്കണോമിക് തിയറിയാണ്. ഡെവലപ്ഡ് ബൈ നിക്കോളാസ് കാൽഡർ. ഇദ്ദേഹം 1956 ഇത് ഡെവലപ്പ് ചെയ്തത്. ഇറ്റ് ഫോക്കസസ് ഓൺ എക്സ്പ്ലെയിനിങ് ഹൗ ഇൻകം ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ബിറ്റ്വീൻ വേജസ് ആൻഡ് പ്രോഫിറ്റ്സ്. അതായത് വേജ് എന്ന് പറയുന്നത് ലേബർ ഇൻകം ആണ്, ആൻഡ് പ്രോഫിറ്റ്സ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ക്യാപിറ്റലിന്റെ ഇൻകം ആണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ രണ്ടിലേക്കും എങ്ങനെയാണ് ഒരു എക്കണോമിയിൽ ഇൻകം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്നാണ് ഈ തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, ഇൻ ആൻ എക്കണോമി ദ തിയറി ഈസ് റൂട്ടഡ് ഇൻ ഗ്രോത്ത് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്. അതായത് ഇതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് എവിടെ നിന്നാണ്? ഗ്രോത്ത്, ഇൻവെസ്റ്റ്മെന്റ്, ഡൈനാമിക്സ്, അതായത് ആ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാകുന്ന ആ മാറ്റങ്ങൾ, അതൊക്കെയാണ് ഇതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അത് കൂടുതലും ഉപയോഗിക്കുന്ന ക്യാപിറ്റലിസ്റ്റ് എക്കണോമി അനലൈസ് ചെയ്യുന്നതിനാണ് കൂടുതൽ അപ്ലൈ ചെയ്യുന്നത്. ഈ ഓഫൺ അപ്ലൈഡ് ടു അനലൈസ് ക്യാപിറ്റലിസ്റ്റ് എക്കണോമീസ്. ഇനി നമുക്ക് ഇതിന്റെ കീ അസംഷൻസ് നോക്കാം. അതിൽ ഒന്നാമത്തത് 2 ക്ലാസസ് ഇൻ ദ എക്കോണമി. അതായത് ഒരു സമ്പദ് വ്യവസ്ഥയിൽ 2 ക്ലാസസ് ആയിട്ടാണ് ആൾക്കാരുള്ളത്. ഒന്ന് വർക്കേഴ്സ്, അടുത്തത് ക്യാപിറ്റലിസ്റ്റ്. ഇത് അസംഷൻ ആണ്. അതായത് വർക്കേഴ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഏൺ ഇൻകം ഓൺലി ത്രൂ വേജസ്. അവർ വേജിൽ കൂടെ മാത്രമാണ് ഇൻകം ഏൺ ചെയ്യുന്നത്. ഓക്കെ, ക്യാപിറ്റലിസ്റ്റ് ആണെന്നുണ്ടെങ്കിലോ ഏൺ ഇൻകം പ്രൈമർലി ത്രൂ പ്രോഫിറ്റ്സ്. ആദ്യം പ്രോഫിറ്റിലൂടെ അവർ ഇൻകം ഏൺ ചെയ്യുന്നു, വിച്ച് ആർ റീഇൻവെസ്റ്റ് ഇൻ ദ എക്കോണമി. അത് ആ ഏൺ ചെയ്യുന്ന ഇൻകം അവർ ആ എക്കോണമിയിൽ തന്നെ റീഇൻവെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതൊരു അസംഷൻ ആണ്. രണ്ടാമത് സേവിങ്സ് ബിഹേവിയർ. അതായത് രണ്ടുപേരുടെയും സേവിങ്സ് ബിഹേവിയർ നോക്കുമ്പോഴത്തേക്ക് വർക്കേഴ്സ് സേവ് എ സ്മാളർ പ്രൊപ്പോർഷൻ ഓഫ് ദിയർ ഇൻകം. വളരെ കുറച്ച് അവരുടെ ഇൻകത്തിന്റെ അവരുടെ വരുമാനത്തിന്റെ വളരെ കുറച്ച് ഭാഗം മാത്രമേ അവർ സേവ് ചെയ്യത്തുള്ളൂ. ഓർ നൺ അറ്റ് ആൾ, അല്ലെന്നുണ്ടെങ്കിൽ ഒട്ടും സേവ് ചെയ്യുന്നില്ല എന്ന് തന്നെ പറയാം. ഓക്കെ, അത് മറ്റൊരു അസംഷൻ ആണ്. അടുത്തത് ക്യാപിറ്റലിസ്റ്റ് സേവ് എ ഹയർ പ്രൊപ്പോർഷൻ ഓഫ് ദിയർ ഇൻകം. ക്യാപിറ്റലിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ ഇൻകത്തിന്റെ ഹയർ പ്രൊപ്പോർഷനും ഇവർ സേവ് ചെയ്യുന്നു, ആ ക്യാപിറ്റലിസ്റ്റ്. അപ്പൊ ഇതൊക്കെ ഇതിന്റെ അസംഷൻസ് ആണ്. മൂന്നാമത്തെ അസംഷൻ എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഡ്രിവൺ ഇൻവെസ്റ്റ്മെന്റ് ആണ്. നേരത്തെ പറഞ്ഞില്ല, അവർ കിട്ടുന്ന പ്രോഫിറ്റ് അവർ റീഇൻവെസ്റ്റ് ചെയ്യുന്നു. അപ്പൊ അതാണ് പറയുന്നത് പ്രോഫിറ്റ് ഡ്രിവൺ ഇൻവെസ്റ്റ്മെന്റ്. എക്കണോമിക് ഗ്രോത്ത് ഡിപ്പെൻഡ്സ് ലാർജ്ലി ഓൺ പ്രോഫിറ്റ്സ്. അതായത് എക്കണോമിക് ഗ്രോത്ത്, ഒരു സമ്പദ് വ്യവസ്ഥയുടെ, ഒരു രാജ്യത്തിന്റെ വളർച്ച എന്തിലാണ് ആശ്രയിച്ചിരിക്കുന്നത്? പ്രോഫിറ്റ്സിലാണ് ആശ്രയിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? ബിക്കോസ് ദേ ആർ റീഇൻവെസ്റ്റഡ് ബൈ ക്യാപിറ്റലിസ്റ്റ്. ക്യാപിറ്റലിസ്റ്റ് അവർക്ക് കിട്ടുന്ന പ്രോഫിറ്റ് റീഇൻവെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട്. അത് മൂന്നാമത്തെ അസംഷൻ ആണ്. ഇതിൽ ഒരു കീ ഫോർമുല ഉണ്ട്. അതായത് കാൽഡർ പ്രൊപ്പോസ്ഡ് ദാറ്റ് ദ ടോട്ടൽ സേവിങ്സ് ഇൻ ദ എക്കോണമി, അതായത് എക്കോണമിയിലുള്ള മൊത്തത്തിലുള്ള സേവിങ് എന്ന് പറയുന്നത് ഷുഡ് ഈക്വൽ ദ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് ഫോർ ഇക്വിലിബ്രിയം. എത്ര സേവ് ചെയ്തോ ആ സേവ് ചെയ്തത് എല്ലാം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ഇക്വിലിബ്രിയം ഉണ്ടാകുന്നു. ഇതാണ് ഇദ്ദേഹത്തിന്റെ അഭിപ്രായം. അപ്പൊ ഇതേ ഒരു ക്രിയേറ്റ് ചെയ്ത ഫോർമുല എന്ന് പറയുന്നത് എസ് ഈസ് ഈക്വൽ ടു ഐ, വേർ എസ് എന്ന് പറയുന്നത് ടോട്ടൽ സേവിംഗ് ആണ്. എല്ലാവരും സേവ് ചെയ്തത് അത്രയും തന്നെ ഇൻവെസ്റ്റ് ചെയ്താൽ ഐ വരും, അതായത് ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ്. അപ്പൊ ഇത് രണ്ട് ഈക്വൽ ആകുമ്പോഴാണ് ഇവിടെ ഇക്വിലിബ്രിയം ഉണ്ടാകുന്നത്, എക്കണോമിയിൽ ഇക്വിലിബ്രിയം ഉണ്ടാകുന്നത്. സിൻസ് സേവിങ്സ് ഡിപ്പെൻഡ് ഓൺ ദ ഷെയർ ഓഫ് വേജസ് ആൻഡ് പ്രോഫിറ്റ്. അതായത് സേവിങ്സ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് എന്തിനാണ്? നമ്മൾ ആദ്യം പറഞ്ഞു, എന്താണ്? ഷെയർ ഓഫ് വേജിന്റെയും പ്രോഫിറ്റിന്റെയും അടിസ്ഥാനത്തിലാണ് ഈ സേവിങ് ആശ്രയിച്ചിരിക്കുന്നത്. ഓക്കെ, എത്ര കൂടുതൽ പ്രോഫിറ്റും വേജും കിട്ടുന്നു അത്രയും കൂടുതൽ അവർ സേവ് ചെയ്യുന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഒരു ഇക്വേഷൻ ഉണ്ട് അതിൽ, എസ് ഈസ് ഈക്വൽ ടു എസ് ഡബ്ല്യു ഡബ്ല്യു പ്ലസ് എസ് സി പി എന്നൊരു ഇക്വേഷൻ ഉണ്ട്. അതായത് ഇതിൽ ഓരോന്നും പറയാതെ വേർ എസ് ഡബ്ല്യു എന്ന് പറയുന്നത് എന്താണ്? സേവിങ്സ് റേറ്റ് ഓഫ് വർക്കേഴ്സിന്റെ സേവിംഗ് റേറ്റ് ആണ് എസ് ഡബ്ല്യു. എസ് സി എന്ന് പറയുന്നത് എന്തായിരിക്കും? സേവിങ്സ് റേറ്റ് ഓഫ് ക്യാപിറ്റലിസ്റ്റുകളുടെ സേവിംഗ് റേറ്റ് ആണ് എസ് സി. അവിടെ ഡബ്ല്യു എന്ന് പറയുന്നത് ടോട്ടൽ വേജസ് ആണ്. ഓക്കെ, പി എന്ന് പറയുന്നത് ടോട്ടൽ പ്രോഫിറ്റ്സ് ആണ്. അപ്പൊ ഇങ്ങനെ ഒരു ഫോർമുലയാണ് ഇദ്ദേഹത്തിന് കൊടുത്തേക്കുന്നത്. അപ്പം ബൈ അസ്യൂമിങ് എസ് ഡബ്ല്യു ഈസ് വെരി ലോ ഓർ സീറോ, ഞാൻ അസംഷനിൽ പറഞ്ഞു എസ് ഡബ്ല്യു, അതായത് വർക്കേഴ്സിന്റെ സേവിംഗ് എന്താണ്? വളരെ ലോയോ അല്ലെന്നുണ്ടെങ്കിൽ സീറോ ആയിരിക്കും, അവർ ഒട്ടും സേവ് ചെയ്യുന്നില്ല. അപ്പോഴെങ്ങനെ വരും? ദ ഇക്വിലിബ്രിയം കണ്ടീഷൻ ഇംപ്ലൈസ് ദാറ്റ്. ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഇവിടെ ഇക്വിലിബ്രിയം കണ്ടീഷൻ സൂചിപ്പിക്കുന്നത് പ്രോഫിറ്റ്സ് മസ്റ്റ് അഡ്ജസ്റ്റ് ടു എൻഷുർ, അതായത് പ്രോഫിറ്റ് എന്ത് ചെയ്യണം? അത് അഡ്ജസ്റ്റ് ചെയ്യണം. എന്ത് എൻഷുർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്? ഇൻവെസ്റ്റ്മെന്റ് മാച്ചസ് ടു ടോട്ടൽ സേവിംഗ്. അതായത് ഇൻവെസ്റ്റ്മെന്റ് ടോട്ടൽ സേവിങ്ങിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ എന്ത് അഡ്ജസ്റ്റ് ചെയ്യണം? പ്രോഫിറ്റ് അഡ്ജസ്റ്റ് ചെയ്യണം. അതാണ് ഈ ഇക്വിലിബ്രിയം കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇത് നമുക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്ന മറ്റു കാര്യങ്ങൾ നോക്കാം. ഇതിലെ ഇംപ്ലിക്കേഷൻസ്. അതിൽ ഒന്നാമത്തെ ഇൻകം ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ഗ്രോത്ത്. ഇതുമായിട്ട്, അതായത് ഇൻകം ഡിസ്ട്രിബ്യൂഷൻ ഒരു എക്കണോമിയുടെ ഗ്രോത്തുമായിട്ട് ബന്ധപ്പെടുത്തി പറയാൻ നേരത്ത് ഹയർ ഇൻവെസ്റ്റ്മെന്റ് റിക്വയർമെന്റ്സ്, അതായത് ഇൻവെസ്റ്റ്മെന്റിന്റെ റിക്വയർമെന്റ് കൂടുമ്പോഴത്തേക്ക് അത് ഏതിനെയാണ് പുഷ് ചെയ്യുന്നത്? പ്രോഫിറ്റിന്റെ ഷെയറിനെയാണ് പുഷ് ചെയ്യുന്നത്. പുഷ് അപ്പ് ദ ഷെയർ ഓഫ് പ്രോഫിറ്റ്സ്. എവിടെ? നാഷണൽ ഇൻകത്തിൽ കൂടുതൽ പ്രോഫിറ്റ് ആവശ്യമായിട്ടുണ്ട്, കൂടുതൽ പ്രോഫിറ്റിന്റെ അഡീഷൻ ഉണ്ടാവുന്നു. ഓക്കെ, നാഷണൽ ഇൻകം. അപ്പൊ എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്? ടു മെയിൻറ്റെയിൻ സേവിങ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി. ഈ സേവിംഗ് ആണല്ലോ റീഇൻവെസ്റ്റ് ചെയ്യുന്നത് അറ്റ് എ ലെവൽ ദാറ്റ് മാച്ചസ് ഇൻവെസ്റ്റ്മെന്റ്. അതായത് ഇൻവെസ്റ്റ്മെന്റ് ലെവലുമായിട്ട് മാച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സേവിംഗ് അഡ്ജസ്റ്റ് ചെയ്യണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് പ്രോഫിറ്റിന് ഒരു പുഷ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അടുത്തെന്ന് പറയുന്നത് പ്രോഫിറ്റ് ഡ്രിവൺ ഗ്രോത്ത് ആണ്. ഓക്കെ, അതായത് നമുക്കറിയാം പ്രോഫിറ്റ് ആണ് ഇതിന്റെ മെയിൻ എന്ന് പറയുന്നത്. ക്യാപിറ്റലിസ്റ്റ് എക്കണോമീസ് നീഡ് എ certain profit share for sustained growth. സസ്റ്റൈൻഡ് ഗ്രോത്തിന് വേണ്ടിയിട്ട് ക്യാപിറ്റലിസ്റ്റ് എക്കോണമീസിൽ എന്ത് വേണം? ഒരു നല്ലൊരു പ്രോഫിറ്റ് ഷെയർ വേണം. അടുത്തതെന്ന് പറയുന്നത് പോളിസി റിലവൻസ് ആണ്. അതായത്
പോളിസി കൊണ്ടുള്ള പ്രാധാന്യം എന്താണ്? പോളിസീസ് ദാറ്റ് എൻകറേജ് പ്രോഫിറ്റ്, അതായത് പ്രോഫിറ്റിനെ എൻകറേജ് ചെയ്യുന്ന, പ്രോഫിറ്റ് റീഇൻവെസ്റ്റ്മെന്റിനെ എൻകറേജ് ചെയ്യുന്ന പോളിസീസ് ഉണ്ട്. ക്യാൻ സ്റ്റിമുലേറ്റ് എക്കണോമിക് ഗ്രോത്ത്. അപ്പോൾ അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് പോളിസീസ് ഒരു ഗവൺമെന്റ് എടുക്കുമ്പോഴത്തേക്ക് എക്കണോമിക് ഗ്രോത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടും അവിടെ. എന്നാൽ അവിടെ ഒരു പ്രശ്നമുള്ളത്, അവിടെ ഇൻകം ഇൻഇക്വാലിറ്റി കൂടി വരികയാണ്. എന്തിന്റെ കാരണത്താൽ? മേ റിസൾട്ട് ഫ്രം എ ഹയർ പ്രോഫിറ്റ് ഷെയർ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പ്രോഫിറ്റിന്റെ ഷെയർ കൂടുകയാണ്. നാഷണൽ ഇൻകത്തിൽ പ്രോഫിറ്റിന്റെ ഷെയർ കൂടുമ്പോഴത്തേക്ക് അവിടെ ഒരു ഇൻകം ഇൻഇക്വാലിറ്റി ഉണ്ടാവാനുള്ള സാധ്യത അവിടെ ഉണ്ടായി വരികയാണ്. ഇനി നമുക്ക് ഇതിന്റെ വിമർശനങ്ങൾ നോക്കാം, ക്രിറ്റിസിസംസ്. അതിൽ ഒന്നാമത്തത് അസ്യൂംസ് പാസീവ് സേവിങ്സ് ബിഹേവിയർ ഫ്രം വർക്കേഴ്സ്. ഞാൻ അസംഷൻ നേരത്തെ പറഞ്ഞല്ലോ, അതായത് വർക്കേഴ്സ് എന്ത് ചെയ്യുന്നില്ല, വളരെ കുറച്ച് അല്ലെങ്കിൽ ഒട്ടും സേവ് ചെയ്യുന്നില്ല. അത് ഒരു വിമർശനമായിട്ടാണ് ഇവിടെ വരുന്നത്. ഓക്കെ, വിച്ച് മേ നോട്ട് ഹോൾഡ് ഇൻ മോഡേൺ എക്കണോമിക്സ്. മോഡേൺ എക്കണോമിക്സിൽ വർക്കേഴ്സ് എന്തായാലും സേവ് ചെയ്യും. ഓക്കെ, അത് ഇവിടെ ഒരു വിമർശനമാണ്. ഇഗ്നോർസ് ദ റോൾ ഓഫ് ടെക്നോളജിക്കൽ പ്രോഗ്രസ്. രണ്ടാമത്തെ ക്രിറ്റിസിസം എന്ന് പറയുന്നത് ടെക്നോളജിക്കൽ പ്രോഗ്രസ് ഇവിടെ ഇഗ്നോർ ചെയ്യുകയാണ്. ആൻഡ് ഗവൺമെന്റ് ഇന്റർവെൻഷൻ ടെക്നോളജിക്കൽ പ്രോഗ്രസ് അതൊന്നും ഇവിടെ എടുക്കുന്നില്ല. അത് മറ്റൊരു വിമർശനമാണ്. അടുത്ത മൂന്നാമത്തെ ക്രിറ്റിസിസം എന്ന് പറയുന്നത് സിംപ്ലിഫൈസ് കോംപ്ലക്സ് ലേബർ ക്യാപിറ്റൽ ഇന്ററാക്ഷൻസ്. അതായത് ലേബർ ക്യാപിറ്റൽ ഒരു ഇന്ററാക്ഷൻ ഉണ്ട്. എത്ര മെഷീൻസ് ഓപ്പറേറ്റ് ചെയ്യുന്നതിന് എത്ര ലേബർ വേണമെന്നൊരു റേഷ്യോ ഒക്കെ ഉണ്ട്. അതൊക്കെ വളരെ സിംപ്ലിഫൈ ചെയ്താണ് ഇവർ കാണുന്നത്. ഓക്കെ, അത് മറ്റൊരു ക്രിറ്റിസിസമാണ്. ഇത്രയൊക്കെ വിമർശനങ്ങൾ ഉണ്ടെങ്കിലും ഡിസ്പൈസ് ദീസ് ക്രിറ്റിസിസംസ് കാൽഡേഴ്സ് തിയറി റിമെയിൻസ് ഇൻഫ്ലുവൻഷ്യൽ ഇൻ അണ്ടർസ്റ്റാൻഡിങ്. അതായത് ഇത്രയും വിമർശനങ്ങളുണ്ട്, കാൽഡേഴ്സ് തിയറി ഒരു ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു ഘടകം തന്നെയാണ്. എന്ത് മനസ്സിലാക്കുന്നതിൽ? ഹൗ ക്യാപിറ്റലിസ്റ്റ് എക്കണോമീസ് ബാലൻസ് ഗ്രോത്ത് ആൻഡ് ഇൻകം ഡിസ്ട്രിബ്യൂഷൻ. ക്യാപിറ്റലിസ്റ്റ് എക്കണോമീസ് എന്ത് ബാലൻസ് ചെയ്യുന്നതിൽ? ഗ്രോത്ത്, ഇൻകം ഡിസ്ട്രിബ്യൂഷൻ, ഇവ രണ്ടും ബാലൻസ് ചെയ്യുന്നത്. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നതിന് ഇത് വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു തിയറി തന്നെയാണിത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയുടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.